അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത സഭകൾ, അത് നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ പണ്ഡിത സഭ അത് ഒട്ടുമാവ് പോലെയുള്ളതോ ബെഡ് ചെയ്തുണ്ടാക്കിയതോ അല്ല. അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള മഹാന്മാർ വിത്തിട്ട് പാകിയുണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് വേറെ ഒന്നിന്റെ മേൽ അങ്ങനെയുണ്ടല്ലോ, ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ചില മരങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഘടനയല്ല, ഒട്ടിച്ചുണ്ടാക്കിയതും അല്ല. നമ്മുടെ സംഘടന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള വാങ്ങില മുസ്ലിയാരടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചു കൊണ്ടുവന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല. ശരി ആര് പറഞ്ഞാലും ശരിയാണ്, തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ്. ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് തടസ്സമാവുകയും ഇല്ല. തടസ്സമാകുന്ന കാലത്ത് ഇങ്ങനെ ഒരു പണ്ഡിത സഭയുടെ ആവശ്യവും ഇല്ല. സുഹൃത്തുക്കളെ, ആ മഹത്തായ പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് വേറെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും സഭകളും ഉണ്ടാകാം. അത്തരം സഭകളിലുള്ളവരെയും നമ്മളെയും എല്ലാവരെയും പ്രതിചേർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയക്കാരാണ് നമ്മളെന്നും നമ്മൾ ബിദ്അത്തുകാരാണെന്നും ശരിയായ സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നും ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രസംഗിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ വിഷയത്തിലും ഷർത്തും ഫർളും ഒക്കെ നോക്കി കാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. മഹാനായ തങ്ങളവർകൾക്കും ശൈഖുന ഉസ്താദ് അവർകൾക്കുമൊക്കെ വഫാത്തായി പോയ അവേലത്ത് തങ്ങളടക്കം താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പ്രാമാണിക പണ്ഡിതന്മാർ, അവർക്കെല്ലാം നമ്മൾ വലിയ ആദരവും ബഹുമാനവും വകവെച്ചു കൊടുത്തത് അവർ അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ്. ആ വകയിൽ അവർക്കൊന്നും ഒരു കുറവും വന്നുപോയിട്ടില്ല. തങ്ങളവറുകൾ ഒരു പള്ളിയിൽ, ആ പള്ളിയിലെ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങിയത്. ആ ഇറങ്ങിയ ഉടനെ അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് നീണ്ട പ്രസംഗം നടത്താൻ അള്ളാഹു എനിക്ക് അവസരം തന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനൊരു കാരണമുണ്ടായിരുന്നു. തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം തങ്ങളവറുകളോട് യോജിക്കാത്ത ഒരു കാര്യം ചെയ്യണം എന്ന് അവിടെ ഭരണം നടത്തുന്ന ചില ആളുകൾക്ക് താല്പര്യമുണ്ടായി. ആ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുക്കാൻ സയ്യിദവറുകൾ തയ്യാറായില്ല. അതിന്റെ പേരിൽ സയ്യിദവറുകൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഞാൻ നേരത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദവറുകൾക്ക് ഇന്നും ആ പള്ളിയിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ബദറു സാദാത്ത് തങ്ങൾ ഇന്നുള്ള സ്ഥാനത്തല്ല ഉണ്ടാവുക എന്ന് ആരും പറയും. അതേസമയത്തോടെ സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിച്ച്, ദീനിന്റെ ആശയത്തിന് വില കൽപ്പിച്ച് തങ്ങളവറുകൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അങ്ങനെയാണ് വലിയ മഹദിൻ സംരംഭമുണ്ടായതും തങ്ങളവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നത നേതൃത്വത്തിലെത്തിയതും. ഇതുപോലെ ശൈഖുന ഉസ്താദ് അവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരു നിലക്കും അലയൻസ് നടത്തി ദീനിനെ ആർക്കും വെട്ടിനുറുക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നതിൽ ഉറച്ചു നിന്നപ്പോൾ ഉസ്താദ് അവറുകൾക്ക് കേരളത്തിലെ വേറെ പണ്ഡിതന്മാർക്ക് പലർക്കും ലഭിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം ആർക്കും ലഭിക്കാത്ത ഉന്നത പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇങ്ങനെ തന്നെയല്ലേ ലോകത്തുള്ള ചരിത്രം? അതുകൊണ്ട് നാം എവിടെയും പതറേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് കൃത്യമായി പറയണം.
ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തായ ഒരു ആലിമ് പറഞ്ഞു, പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞു അത് നടത്താം എന്നും പറഞ്ഞു. ഇറങ്ങി വരുമ്പോ വേറൊരു സുഹൃത്തായ ഒരു പണ്ഡിതനോട് പറഞ്ഞു, പേരോട് ഉസ്താദ് മാത്രം പ്രസംഗിച്ചാൽ പിന്നെ പറയും പേരോട് പറഞ്ഞു എല്ലാരും പറയണമെന്ന്. അയാളെ പറഞ്ഞത് ശരിയാണ്, എല്ലാരും പറയണം, എല്ലാ പ്രസംഗകരും പറയണം, എല്ലാ ആലിമീങ്ങളും പറയണം. ദീന് പറയുന്ന സ്ഥലത്ത് ഒരു മോനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, എല്ലാരും പറയണം. ജമാഅത്തെ ഇസ്ലാമി സുന്നികളൊക്കെ ബിദ്അത്തുകാരാണെന്ന് പറഞ്ഞ് അവർ സക്കാത്ത് പിരിക്കാൻ വേണ്ടി സഞ്ചിയും എടുത്തിറങ്ങാൻ പോവുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി, ഫിഖ്ഹിന്റെ നിയമങ്ങൾ, നബിതങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾ, സഹാബത്ത് പഠിപ്പിച്ച നിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്ക് അവരുടെ പത്രം നടത്താൻ, അവരുടെ ഓഫീസിന്റെ ചെലവ് നടത്താൻ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്കിഷ്ടപ്പെട്ടതുപോലെ സദാ പണം വാങ്ങി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങാൻ, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. അങ്ങനെയാണ് പുത്തൻവാദികൾ സക്കാത്ത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കൈവശത്തിൽ അവരച്ചടിച്ച് പുറത്തിറക്കിയ അവരുടെ കണക്കിന്റെ പുസ്തകങ്ങളുണ്ട്. അതിൽ സക്കാത്തിന്റെ സംഖ്യ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങിയതിന്റെ കണക്ക് നമ്മുടെ കൈവശത്തിലുണ്ട്. അതുപോലെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സക്കാത്ത് ചെലവഴിച്ച കണക്ക് നമ്മുടെ കൈവശത്തിലുണ്ട്. ഇത് ആരോപണമല്ല സുഹൃത്തുക്കളെ. അങ്ങനെ മുസ്ലിമീങ്ങളായ മുതലാളിമാരുടെ സക്കാത്ത് അവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അനധികൃതമായി കൈവശപ്പെടുത്തി ചെലവഴിക്കാനുള്ള പരിപാടിയുമായി ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി മുനാഫിഖുകൾ റിബൽ പള്ളി നിർമ്മിച്ചു. ആ റിബൽ പള്ളിയുടെ ഉദ്ഘാടനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കാൻ വന്നു. കാരണം നബിയൊന്നും അവിടെ കയറി കിട്ടിയാൽ അവരുടെ ആഗ്രഹം പൂവണിയും, അവർക്ക് അംഗീകാരം ലഭിക്കും. അതിനുവേണ്ടിയാണ് അവർ ചെയ്തത്. അവിടെയാണ് സൂറത്തു തൗബയിൽ വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. അല്ലാഹുവിനെയും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന കക്ഷികൾ, ഓ നബിയെ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളി എന്ന പേരിൽ ആ ബിൽഡിംഗ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ലാ തഖും ഫീഹി അബദാ, അവിടെ തങ്ങളെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചാൽ അവിടെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് മാത്രമല്ല, അവിടെ കേറി നിസ്കരിച്ചു പോകരുത് എന്ന് ഖുർആൻ നബി തങ്ങൾക്ക് വിവരം നൽകിയത് നമുക്കറിയാം. ആ മുനാഫിക്കുകളുടെ അതേ കുതന്ത്രം അവരുടെ പിൻഗാമികളായ പുത്തൻവാദികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയ പ്രചരണത്തിനും അവരുടെ സക്കാത്ത് പിരിവെടുത്ത് അവരെ സംഘടന വളർത്തുന്നതിനും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരമക്കളായ നബി കുടുംബത്തെ തന്നെ അതിനനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ആ നബി കുടുംബത്തിൽപ്പെട്ട ആദരണീയരായ സയ്യിദന്മാർ അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ ഗ്രഹിക്കാത്തവരോ ചിന്തിക്കാത്തവരോ ആയിരിക്കാം. നോക്കൂ, നബിതങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടായിട്ടുള്ളൂ. ആൺമക്കളെല്ലാം മരിച്ചുപോയതിനാൽ, കുട്ടിക്കാലത്ത് മരിച്ചുപോയതിനാൽ നബിതങ്ങൾക്ക് പേരക്കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തില്ല, സയ്യിദന്മാരില്ല. നബിയുടെ കുടുംബത്തിൽപ്പെട്ട പേരക്കുട്ടികളെന്ന് പറയാൻ പാടില്ല, തങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല. നീയത്താണ്, അതില്ലാതെയാക്കിയാലേ ഇസ്ലാം രക്ഷപ്പെടുകയുള്ളൂ. തങ്ങൾ എന്ന് പറയുന്നവരെ കൈപിടിച്ച് ചുംബിക്കുന്ന ഏർപ്പാടുണ്ട്. ആ കൈ ഛേദിച്ചു കളയേണ്ടതാണ്, വെട്ടിക്കളയേണ്ടതാണ് എന്ന് പ്രബോധനത്തിൽ എഴുതിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ആ ബാഫഖി തങ്ങളോട് മക്കയിൽ നിന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു, ആരാ പറയുന്നത്? കെ എം മൗലവിയുടെ മകനാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ തങ്ങള്? അപ്പൊ ബാഫഖി തങ്ങൾ പറഞ്ഞു, അങ്ങനെ തങ്ങളൊന്നുമില്ല, ഞങ്ങളൊക്കെ ശിയാക്കളാണ്. കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തങ്ങൾ എന്ന് പേരിട്ട് ശാഫി മദ്ഹബായതാണ് എന്ന് ബാഫഖി തങ്ങൾ എന്നോട് നേരിൽ പറഞ്ഞു എന്ന് കെ എം മൗലവിയുടെ മകൻ ഖാത്തിബ് മൗലവി പറഞ്ഞത് മുജാഹിദിന്റെ ശബാബിലുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, തങ്ങന്മാരില്ലെന്നും തങ്ങന്മാരെ ബഹുമാനിക്കാൻ പാടില്ലെന്നും തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല, അത് വെട്ടിക്കളയുകയാണ് വേണ്ടതെന്നും പറഞ്ഞ
ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഇപ്പോൾ അവർക്ക് ഈ തങ്ങന്മാര് നൂലുമന്ത്രിക്കുന്നവരും അതുപോലെ തന്നെ ഊതിക്കൊടുക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവരുടെ ഭാഷയിൽ അവരെല്ലാം ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെങ്കിലും പലപ്പോഴും അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ മുശ്രിക്കിനെ കിട്ടണം എന്ന വാശിയിലേക്ക് ഈ മുജാഹിദ് എത്തിയിട്ടുണ്ട്, ജമാഅത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ ഭാഷയിലാട്ടോ മുശ്രിക്കുന്നത്, എന്റെ ഭാഷയിലല്ല. അങ്ങനെ അവർക്ക് മതത്തിൽ വിശ്വാസമില്ലെന്നും പറയുന്നതല്ല അവരെ വിശ്വാസമെന്നും അവർക്ക് സാമ്പത്തിക കാര്യലബ്ധിയാണ് ഉദ്ദേശമെന്നും ചിന്തിക്കുന്ന ഏത് മനുഷ്യനും വ്യക്തമാകുന്ന വിധം വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ അവ്യക്തതയൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയും അതിന്റെ ആശയവും അതിന്റെ കർമ്മവും അതിന്റെ ഫിഖ്ഹും അതിന്റെ അഖീദയും അതിന്റെ തസവൂഫും ഒക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ കൃത്യമായി പഠിപ്പിക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ ശക്തമായ ക്യാമ്പയിനുകളും പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.